ദുരിതാശ്വാസങ്ങൾ. എന്തിനാണ് ദുരിതാശ്വാസങ്ങൾ വെക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് എവിടെയെങ്കിലും ദുരന്തം നടന്നാൽ ഒരു വ്യക്തിക്കായിക്കോട്ടെ, ഒരു സമൂഹത്തായിക്കോട്ടെ, ഒരു പഞ്ചായത്തിലായിക്കോട്ടെ, എവിടെയായാലും ഒരു ദുരന്തം നടന്നാൽ അടിയന്തരമായി ഇടപെടൽ നടത്തണം. ആ ഇടപെടൽ നടത്തി അവർക്ക് പ്രാഥമികമായ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ദുരിതാശ്വാസ ഫണ്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നെ ഈ കേൾക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ആരെങ്കിലും അസുഖം മൂലമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അനർത്ഥങ്ങൾ മൂലമോ മരിക്കപ്പെട്ടപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഈ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഒരു രൂപയെങ്കിലും കിട്ടിക്കും? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇരിക്കുന്ന ഒരാൾക്ക് പോലും ഈ പറയുന്ന തലത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഇതിനു വേണ്ടിയുള്ളതാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ മരിക്കുമ്പോൾ പാർട്ടിയുടെ മുന്നണിയുടെ NCPയുടെ പ്രസിഡന്റ് നമുക്കറിയാം പിണറായി വിജയൻ MLA ആയിരുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള NCPയുടെ പ്രസിഡന്റ് പിണറായി വിജയൻ മരിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അടിയന്തരമായ കുടുംബത്തിന് ധനസഹായ കൊടുത്തു. എത്രയാ? 25 ലക്ഷം രൂപ. അതുപോലെ തന്നെ പാർട്ടിയുടെ ചെങ്ങന്നൂരുള്ള MLA മരണപ്പെട്ടു, KK രാമചന്ദ്രൻ. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അടിയന്തരമായ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 5 ലക്ഷം 8 ലക്ഷം രൂപ എടുത്ത് അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നു. ആ കടം ബാങ്കിൽ ക്ലോസ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ കേട്ടാൽ ഈ വേദിയിലിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം സിബു കാലഘട്ടത്തിൽ ഇത് വ്യക്തിയായിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഒരു പ്രശ്നത്തിൽ പോലും ഇവിടുത്തെ അടിസ്ഥാന വിഭാഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടില്ല. നമ്മൾക്കറിയാം, കേരളത്തെ മൊത്തത്തിൽ എന്ത് ചെയ്തു? സഹോദര ബന്ധം പുനഃസ്ഥാപിച്ച ഇവിടെ എന്ത് ചെയ്തു? ദൈവമില്ല, മനുഷ്യൻ തന്നെയാണ് ദൈവം എന്ന് നമ്മളെല്ലാം ഗവൺമെന്റ് ആരംഭമായിരുന്നു പ്രളയം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ജീവന് വേണ്ടി ആ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോൾ ആ പ്രളയത്തിലൂടെ കേരളത്തിലെല്ലാം നശിച്ചു പോയ കേരളത്തെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ റിപ്പോർട്ട് ചെയ്യാനും കേരളത്തെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം വന്നു. തിരുവനന്തപുരത്താണ് ആ സ്ഥാപനം കണ്ടെത്തിയത്. മറ്റേത് സ്ഥാപനമല്ല, ലോകപ്രളയം നടത്തുന്ന നമ്മുടെ വലിയകോട് കൃഷ്ണനായരുടെ ചേട്ടന്റെ മകളുടെ ലക്ഷ്മി നായരുടെ സ്ഥാപനമാണ് അതിനുവേണ്ടി സർക്കാർ വന്നത്. തിരുവനന്തപുരത്ത് അനധികൃതമായി നിർമ്മിച്ച 2 നില കെട്ടിടത്തിന്റെ 1 നില കെട്ടിടത്തിന് വാടകയാണ് നമ്മൾ താഴെയുള്ളത്. 2 വർഷത്തെ പാട്ടത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് 88.5 ലക്ഷം രൂപയ്ക്ക് 2 വർഷത്തേക്ക് കേരളത്തെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഓഫീസ് തുടങ്ങാൻ വേണ്ടി ഈ സർക്കാർ നടത്തി. കേരളത്തിലെ എത്രയോ സ്ഥാപനങ്ങൾ, ഇവിടുത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കൂട്ടിക്കിടക്കുന്നത്, അതൊന്നും കണ്ടെത്താൻ പറ്റില്ല. അവിടെയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുടെ കുടുംബത്തിനെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി സ്വജനപക്ഷപാതമല്ലേ പാർട്ടി മുന്നോട്ട് വെച്ചു. ഇങ്ങനെ ഓരോന്നും നമുക്ക് പറയാം. നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശനം മുന്നോട്ട് വന്നു. ശബരിമല സ്ത്രീക്ക് പ്രവേശിക്കാൻ സുപ്രീം കോടതി വിധി വന്നപ്പോൾ കേരളത്തിലെ നവോത്ഥാന സർക്കാർ എന്ത് ചെയ്തു? നവോത്ഥാന യാത്ര. അതിനപ്പുറം എന്ത് ചെയ്തു? വനിതാ മതിൽ നിർമ്മിച്ചു. കേരളത്തിൽ വനിതാ മതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി 500 കോടി രൂപയാണ് നമ്മൾ നികുതി പണത്തിന് ചെലവാക്കി. 500 കോടി രൂപയെടുത്ത് കേരളത്തിന്റെ തിരുവനന്തപുരം അല്ലെങ്കിൽ കളിയിക്കാലത്ത് അങ്ങ് കാസർഗോഡ് വരെയുള്ള NH റോഡ് മൊത്തം സ്ത്രീകളെ നിരത്തി നിർത്തിക്കൊണ്ട് കൈ കൊടുത്ത ചെലവ് 500 കോടി രൂപ. ആ പ്രളയത്തിന്റെ തുടർച്ചയായി നടന്ന ഓരോ കാര്യങ്ങളും നമുക്കറിയാം. നവോത്ഥാന കേരളം രൂപപ്പെടുത്തണം, നവോത്ഥാന യാത്ര നടത്തി. ഇവിടുത്തെ മന്ത്രിമാരെല്ലാം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചു പോയി. നമ്മളൊന്നും വന്നിട്ടില്ല, നടക്കാൻ പറ്റില്ല. ഈ സഞ്ചരിച്ചതും അവർ സുഖിച്ചതുമല്ല, മറ്റൊന്നുമല്ല, ഇവിടുത്തെ സാധാരണക്കാരുടെ വികസനത്തിന് വേണ്ടിയുള്ള പ്രധാനമന്ത്രി ചെലവഴിച്ചിട്ടുള്ളത്. ഇതാരും ചോദിക്കാൻ തയ്യാറാവില്ല, ഇതാരും തിരിച്ചു പറയാൻ തയ്യാറാവില്ല. അവിടെയാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ പോയ 4 വർഷ കാലഘട്ടം കേരള സർക്കാർ എന്ന് പറയുന്നത് ഏറ്റവും ദൂരത്തിന്റെ അങ്ങേയറ്റത്താണ് നിൽക്കുന്നത്. ഈ ഇരിക്കുന്ന ഒട്ടുമിക്ക ജനങ്ങളും ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി, ലൈഫ് മിഷനുടെ ഭൂമിക്ക് വീടിനും വേണ്ടി എല്ലാവരും അപേക്ഷ കൊടുത്തിരിക്കുന്നവരാണ്. കേവലം ഈ കഴിഞ്ഞ പോയ 9 വർഷ കാലഘട്ടമായി അപേക്ഷ കൊടുത്ത് എത്രവർക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്, എത്രവർക്ക് വീട് കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ പറയുന്നത് നിങ്ങളെല്ലാം ലിസ്റ്റിലുണ്ട് എന്ന് പറയുന്നത് പുതിയ പോകുന്നതല്ലാതെ നമ്മൾക്കാർക്ക് ഭൂമി എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഈ കേരളത്തിൽ ഭൂമി ഇല്ലാത്തതുകൊണ്ടാണോ? കേരളത്തിൽ മിച്ചഭൂമി ഇല്ലാത്തതുകൊണ്ടാണോ? കേരളത്തിൽ ഏകദേശം 5 ലക്ഷം ഏക്കർ രാജമാണിക്യ റിപ്പോർട്ട് പ്രകാരം ഭൂമി ഇല്ലാത്തപ്പോൾ തന്നെ ഈ ഭൂമി എന്തുകൊണ്ട് ഈ സമൂഹത്തിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നും യാചകരായിട്ട് ജനങ്ങൾ നിൽക്കണം. എന്നും പാർട്ടിക്കാരുടെ ഓഫീസുകളിലും അവരുടെ പിന്നാമ്പുറങ്ങളിലും യാചകരായിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് അഭിപ്രായമായി അവർക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ.
അപ്പോൾ അത്തരത്തിലേക്ക് ഈ പറയുന്ന ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട ഭൂമി പോലും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ലൈസൻസിലൂടെ കൊടുക്കേണ്ട വീട് പോലും കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്.